വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ട ഖുർആൻ, അതും ഇറങ്ങിയത് മുതൽ ഈ കാലം വരെയും ഒരു മാറ്റവുമില്ലാതെ എങ്ങനെയാണോ ഇറങ്ങിയത് അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ട ഖുർആൻ. അങ്ങനെയാണ് കുറേ ആൾക്കാരെ വിശ്വാസവും ധാരണയൊക്കെ. കുറേ ആൾക്കാരുടെ അവകാശവാദം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളത് അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോഴൊക്കെയും ഇവർ പറയുന്നൊരു സംഗതി ഉണ്ട്, അത് അംഗീകരിക്കപ്പെട്ട ഖിറാഅത്താണ് എന്ന് പറയും. അപ്പം തന്നെ അവിടെ വേറെ വിഷയമുണ്ട്. ഖിറാഅത്ത് മാത്രമല്ല ഉള്ളത്, റിവായത്തുണ്ട് വേറെ. ഇനി അതൊക്കെ പോട്ടെ, അതൊക്കെ നമുക്ക് തുടർന്ന് വഴിയെ സംസാരിക്കാം. അപ്പം ഈ പറയുന്ന ഖിറാഅത്തുകൾക്കെല്ലാം പറ്റുന്ന രീതിയിലാണ് ഉസ്മാൻ്റെ കാലത്ത് ഖുർആനിനെ ക്രോഡീകരിച്ചത്, അതേപോലെ അതിനെ ഏകീകരിച്ചത് എന്നൊക്കെയാണ് പലരും പറഞ്ഞ് ഉരുളാറുള്ളത്. അതായത് പലതരം ഖിറാഅത്തുകളാൽ പ്രശ്നമായ സമയത്ത് ഇതിനെയൊക്കെ കൂടെ ഒന്ന് ഏകീകരിച്ചിട്ടാണ് ഉസ്മാൻ്റെ ഖുർആൻ ഇറക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രബലമായ ഖിറാഅത്തുകളൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഉസ്മാൻ്റെ റസ്മുൽ ഉസ്മാനി തയ്യാറാക്കപ്പെട്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ശൈലിയെങ്കിലും കൃത്യമായി ആശയക്കുഴപ്പമില്ലാതെ സംരക്ഷിക്കപ്പെടണമല്ലോ. എന്നാൽ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കുന്ന, വള്ളിയും പുള്ളിയും കുത്തും കോമയും വ്യത്യാസമില്ലാതെ ഖുർആൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന, അങ്ങനെ നിലനിന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പുതിയ സീരീസ് തുടക്കമിടാണ്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ്. സൂറത്തുൽ ബഖറയിലെ 132 ആയത്തിൽ വസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ട്. ഇതിലാണ് ഹഫ്സ് ഖുർആൻ, അതായത് നമ്മൾ സൗദി ബേസ് ചെയ്തിട്ടുള്ള ഓതുന്ന ഖുർആനിൽ ഉണ്ട്. വസ്വാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് യാ ബനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്താണ്. എന്നാൽ അതേ ആയത്തിൻ്റെ വർഷ് ഖുർആനിലെ വേർഷൻ, അതായത് മൊറോക്കോ പോലത്തെ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഖുർആനിലുള്ള വേർഷനാണ് പറയുന്നത്. അവിടെ വ ഔസ്വയാണ്, വ ഔസ്വ എന്ന് വെച്ചാൽ ഒരു അലിഫ് ഇവിടെ കൂടുതലാണ്. ഇതിപ്പോൾ ഈ അലിഫ് ഒന്നിന്ന് മിസ്സായതാണോ അതല്ല ഒന്നിൽ കൂടിച്ചേർന്നതാണോ? എങ്ങനെയാണെങ്കിലും ഒന്നിൽ വ വസ്വയും ഒന്നിൽ വ ഔസ്യാവുമ്പോൾ അലിഫ് അവിടെ ഏറെ നിൽക്കുമ്പോൾ സംരക്ഷണം അവിടെ പാളിയില്ലേ. വള്ളി കുത്ത് കോമ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരക്ഷരത്തിൽ അവിടെ മാറ്റം വരുമ്പോൾ തന്നെ സംരക്ഷണം പാളിയോ ഇല്ല നിങ്ങൾ പറയും. ഏതായാലും ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കാം, ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വരാം. എന്നിട്ട് ഇതൊക്കെ വ്യത്യാസമില്ലാതെ ഖുർആൻ നിലനിന്നോ ഇല്ലേ എന്നുള്ളത് ഖിറാഅത്തും റിവായത്തും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം വഴിയെ.